ദൈവ കർത്താവിന്റെ സന്നിധിയിൽ കൂടി വരുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനം പഠിച്ച് അതിൽ നിലനിന്ന് വളരുകയാണ് ദൈവം ദൈവിക പ്രവൃത്തികൾക്കായിട്ട് നമ്മെ പ്രാപ്തരാക്കാനും കർത്താവിന്റെ വരവിനായിട്ട് ഒരുക്കുവാനും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആകയാൽ ദൈവവചന പഠനം നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒരു ദൈവ പൈതലിന് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അത് ദിനം പ്രതി നാം വ്യക്തിപരമായും സഭയായും ഒക്കെ ചെയ്യേണ്ട കാര്യമാണ്. വചനം പഠിക്കുകയും ധ്യാനിക്കുകയും അതിൽ നിലനിന്ന് വളരുകയും ചെയ്യുക എന്നുള്ളത്. ഇന്ന് സായാഹ്നം നമ്മൾ ഫിലിപ്പിയ ലേഖനത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തേക്ക് വീണ്ടും കടന്നു വരികയാണ്. 1-ാം അധ്യായത്തിന്റെ 19 വരെയുള്ള വാക്യങ്ങളാണ് ഇതുവരെ വേഴ്സ് ബൈ വേഴ്സ് സ്റ്റഡിയിൽ അല്ലെങ്കിൽ നമ്മൾ ആ വാക്യപ്രതിവാക്യ പഠനത്തിൽ നമ്മൾ ഇതുവരെയും മനസ്സിലാക്കുകയും അതിൽ നിന്നാണ് പഠിക്കുകയും ചെയ്തത്. ഇന്ന് 19-ാമത്തെ വാക്യത്തിലേക്ക് ഒരിക്കൽ കൂടെ നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. ഫിലിപ്പി ലേഖനം 1:19 ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും അത് എനിക്ക് രക്ഷാകാരണമായി തീരും എന്ന് ഞാൻ അറിയുന്നു. ഇതിൽ ആദ്യ ഭാഗം നമ്മൾ ചിന്തിച്ചതാണ് നിങ്ങളുടെ പ്രാർത്ഥന, അതുപോലെ ക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താൽ. ഇത് നമ്മൾ ഓൾറെഡി ചിന്തിച്ചതാണ്. ഈ രക്ഷാകാരണമായി തീരും എന്ന ആ വാക്ക് നമുക്ക് കോണ്ടെക്സ്റ്റുലിയും അല്ലാതെയും അല്പം സമയം ഒന്ന് പ്രാരംഭമായിട്ട് ആ വാക്കിനെ കുറിച്ച് ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ, ചിന്തകൾ പങ്കിട്ടിട്ട് അടുത്ത ഭാഗത്തേക്ക് കടക്കുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഈ രക്ഷാകാരണമായി തീരുമെന്ന അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഇറ്റ് വിൽ വർക്ക് ഫോർ മൈ സാൽവേഷൻ എന്ന് പറയുമ്പോൾ, രക്ഷ എന്നുള്ള പദം നമ്മളവിടെ കാണുമ്പോൾ ഗ്രീക്കിൽ സോറ്റീരിയോൻ എന്നൊക്കെയുള്ള പദം നമുക്ക് ആ മൂലഭാഷയിൽ കാണുവാനായിട്ട് കഴിയുന്നു. ആ പദത്തിൽ നിന്ന് ദൈവശാസ്ത്രത്തിൽ സോറ്റീരിയോളജി എന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട്. രക്ഷാശാസ്ത്രം എന്ന ഒരു വിഭാഗം ദൈവവചന പഠനത്തോടുള്ള ബന്ധത്തിൽ രക്ഷയെക്കുറിച്ച്, മനുഷ്യന്റെ രക്ഷയെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന വിശദമായ പഠനശാഖ തന്നെയുണ്ട്. എന്നാൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എനിക്ക് രക്ഷാകാരണമായി തീരുമെന്ന് പറയുന്നത് ആത്മീയ രക്ഷയെക്കുറിച്ചല്ല. ഈ കോണ്ടെക്സ്റ്റിൽ, ഈ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റിൽ, ഇവിടുത്തെ പശ്ചാത്തലത്തിൽ ആത്മീയ രക്ഷയെക്കുറിച്ച് അല്ല, ആത്മാവിന്റെ രക്ഷയെക്കുറിച്ച് അല്ല, പാപത്തിൽ നിന്നുള്ള വിമോചനമാകുന്ന രക്ഷയെക്കുറിച്ചല്ല, നരകശിക്ഷയിൽ നിന്നുള്ള വിടുതലാകുന്ന, ശിക്ഷാവിധിയിൽ നിന്നുള്ള വിടുതലാകുന്ന രക്ഷയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ ഇപ്പോൾ തടവറയിലായിരിക്കുകയാണ്. ഹീസ് ഇൻ പ്രിസൺ നൗ. ആസ് ഓഫ് നൗ ഹീസ് ഇൻ പ്രിസൺ. അവിടെ നിന്ന്, ഈ റോമൻ കാരാഗൃഹത്തിൽ നിന്നുള്ള ഒരു വിടുതൽ സംഭവിക്കും. അതിനുവേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കുക എന്നതാണ് തൊട്ടു മുൻപ് നമ്മൾ കണ്ടത്. അപ്പോൾ ജയിലറയിൽ കഴിയുന്ന അപ്പോസ്തലനായ പൗലോസ്, അല്ലെങ്കിൽ വീട്ടു തടങ്കലിലൊക്കെ ആയിത്തീരുന്ന അപ്പോസ്തലനായ പൗലോസിനെ, ചങ്ങല ധരിച്ചുകൊണ്ട് അപ്പോഴും കർത്താവിനെ സാക്ഷിക്കുന്ന പൗലോസ് അപ്പോസ്തലനെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ, വിടുവിക്കുവാൻ വേണ്ടി ദൈവജനം നിരന്തരമായി പ്രാർത്ഥിക്കുന്നതിന് ദൈവം തീർച്ചയായിട്ടും മറുപടി കൊടുക്കും എന്നാണ് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതിനെ തുടർന്നുള്ള ചരിത്രത്തിലെ സംഭവങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. ഈ രക്ഷാകാരണമായി തീരുമെന്ന് പറയുന്ന, ഇവിടെ പറയുന്ന, ഞാൻ പറഞ്ഞതുപോലെ ജയിലിൽ നിന്നുള്ള വിമോചനമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ തന്നെ സാന്ദർഭികമായി, കോണ്ടെക്സ്റ്റുവലായി പല അർത്ഥത്തിൽ ഈ വാക്ക് സോറ്റീരിയോ അല്ലെങ്കിൽ സാൽവേഷൻ എന്നുള്ള വാക്ക് വിശുദ്ധ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് വേഗത്തിൽ ഒന്ന് ചിന്തിക്കാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ ഫറവോന്റെ ആധിപത്യത്തിൽ ഈജിപ്തിൽ അടിമകളായിരിക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിനെ കുറിച്ച്, അടിമത്തത്തിൽ നിന്നുള്ള ഒരു ജനതയുടെ വിമോചനത്തെക്കുറിച്ച്, രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ, അവിടെ നിന്നുള്ള വിടുതലിനെ കുറിച്ച് പറയുമ്പോൾ അത് രക്ഷ എന്ന പദത്താൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയുന്നു. മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് ദൈവം രക്ഷിക്കുന്നതിനെ കുറിച്ച്, അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ രക്ഷ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഈ കോണ്ടെക്സ്റ്റുവലായിട്ടുള്ള ഈ വിഷയങ്ങളെല്ലാം നമുക്ക് ആത്മീയമായി ചിന്തിക്കാനും പ്രചോദനം ഉൾക്കൊള്ളാനും ഒക്കെ സഹായിക്കുന്നതാണ്. ദൈവജനം അടിമത്തത്തിന്റെ കീഴിൽ, അടിമത്തത്തിന്റെ ഉള്ളിൽ ആയിരിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നില്ല.
ഫറവോന്റെ ആധിപത്യത്തിന്റെ കീഴിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിച്ച ദൈവം, അവരെ രക്ഷിച്ച ദൈവം നമ്മെയും ഏത് ആധിപത്യത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ, രക്ഷിക്കുവാൻ സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ഇനി ആമേൻ, ഈ 1 ശമൂവേലിന്റെ പുസ്തകം 14 അധ്യായം 23 വാക്യത്തിൽ യുദ്ധത്തിൽ വിജയം നൽകി ജനത്തിന് രക്ഷ വരുത്തുന്നതിനെ രക്ഷ എന്ന ആശയം കൊണ്ട് പറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയുന്നു. യുദ്ധത്തിൽ ജയം നൽകുന്നതിനെ രക്ഷ എന്ന് പറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയുന്നു. ഈ 1 ശമൂവേൽ 14 അധ്യായം 23 വാക്യത്തിൽ കാണുന്ന ആ ചരിത്ര സംഭവം ദൈവത്തിന്റെ വലിയൊരു അത്ഭുതമാണ്. അന്ന് ശക്തരായിരുന്ന ഫെലിസ്ത്യ പട്ടാളം അവര് ഇസ്രായേൽ ജനത്തെ ഞെരുക്കി അവരുടെ ചൂഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ശൗലാണ് രാജ്യഭാരം നടത്തുന്നത്, രാജാവായിരിക്കുന്നത്. എന്നാൽ ഒരു ശക്തമായ സൈന്യമോ ഭരണ സംവിധാനങ്ങളോ വേണ്ട വിധത്തിലായിട്ടില്ല. അതിന്റെയൊക്കെ ഒരു തുടക്ക സമയമാണ്, ഒരു രാജഭരണത്തിന്റെ തുടക്ക കാലഘട്ടമാണ്. ആ സമയത്ത് ശൗലിന്റെ മകനായ യോനാഥാൻ ഒറ്റയ്ക്ക് ചെന്ന് ഒരു ഫെലിസ്ത്യ പട്ടാളത്തെ തോൽപ്പിച്ചതിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഇസ്രായേൽ ജനത്തിന് മഹാരക്ഷ പ്രവർത്തിച്ച യോനാഥാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ ഒരു സൈന്യത്തിനെതിരെ ഒരു വ്യക്തിയെ ഉപയോഗിച്ച് രക്ഷ നൽകാൻ, വിടുവിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ കരം അവിടെ ഇറങ്ങുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. എത്ര ശക്തരായ ശത്രു സൈന്യം അണിനിരന്നാലും ദൈവത്തിന്റെ ശക്തി ഒരു ദൈവ പൈതന്റെ മേൽ വ്യാപരിക്കുമ്പോൾ, ദൈവത്തിൽ ആശ്രയിച്ചവൻ മുന്നോട്ട് പോകുമ്പോൾ, ദൈവം അവനോടുകൂടെ ഇരുന്ന് ഒരു പട്ടാളത്തെ ഒറ്റയ്ക്ക് തോൽപ്പിക്കുന്ന വിധത്തിൽ ദൈവത്തിന്റെ കൈ അനുകൂലമായി ചലിക്കുമെന്ന് ആ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ശത്രുക്കളിൽ നിന്നുള്ള, ശത്രു സൈന്യത്തിൽ നിന്നുള്ള വിടുതലിനെ കുറിച്ച് പറയാനായിട്ട് ഇവിടെ രക്ഷ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ ശത്രു ആരാണ്? സാത്താനും അവന്റെ സൈന്യവുമാണ്. ഇടവിടാതെ പോരാടിക്കൊണ്ടിരിക്കുന്ന ശത്രുവായ പിശാചിന്റെ സൈന്യത്തിന്റെ കയ്യിൽ നിന്ന് അവരെത്ര ശക്തരായാലും നമ്മെ രക്ഷിക്കാൻ കഴിയുന്ന, ആത്മശക്തിയോടെ നമ്മെ നിർത്തി വിടുവിക്കാൻ കഴിയുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇനി ആത്മീയമായി മറ്റൊരാശയത്തിൽ 1 തെസ്സലോനിക്കർ 5:29 വാക്യത്തിൽ ദൈവക്രോധത്തിൽ നിന്ന് വിടുവിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയുന്നു. 1 Thessalonians chapter 5:29, 1 തെസ്സലോനിക്കർ 5:29 വാക്യം. അവിടെ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ആമേൻ, സ്തോത്രം. ആമേൻ. കർത്താവ് ക്രോധത്തിൽ നിന്ന് നമ്മെ, വരുവാനിരിക്കുന്ന ക്രോധത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ ക്രോധത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ആമേൻ, കർത്താവ് നമ്മെ, വരാനിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ ക്രോധം, വരാനിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധം എന്ന് പറയുന്നത്, ഭൂമിയിലെമ്പാടും വെളിപ്പെടാനിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധം എന്ന് പറയുന്നത് ആമേൻ, മഹാപീഡന കാലത്തെ കാണിക്കുന്ന ഒരു പദപ്രയോഗമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിൽ നിന്ന് വിടുവിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ രക്ഷാ കാരണം എന്ന്, അല്ലെങ്കിൽ രക്ഷിക്കും എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഹല്ലേലൂയ. ഇനിയും ഫിലിപ്പ് ലേഖനം 1 അധ്യായം 19 വാക്യത്തിൽ ഇപ്പോൾ നമ്മൾ വായിച്ച ഭാഗത്ത് തടവറയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതിനെ കുറിച്ച് പറയുമ്പോൾ രക്ഷയെക്കുറിച്ച്, ദൈവം രക്ഷിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. നമ്മെ രക്ഷിക്കുന്ന ദൈവം, അല്ലെങ്കിൽ തടവറകൾക്കുള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ദൈവം എല്ലാവരെയും പുറത്തു കൊണ്ടുവരുമെന്നതിന് അർത്ഥമില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവിക പദ്ധതികൾ ബാക്കിയുണ്ടെങ്കിൽ, ഇനിയും ദൈവത്തിന് ചില പ്രവൃത്തികൾ വീണ്ടും പുറത്ത് ചെയ്യാനുണ്ടെങ്കിൽ ഉറപ്പായി ആ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ദൈവമെന്ന് പറയുമ്പോൾ അത് രക്ഷ എന്ന പദം കൊണ്ട് പറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയുന്നു. ഹല്ലേലൂയ. ഇതിൽ നിന്നെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രാധാന്യമുള്ള കാര്യമാണ് പാപത്തിൽ നിന്നുള്ള രക്ഷ. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായി രക്ഷ എന്ന് പറയുന്നത് അവന്റെ പാപത്തിൽ നിന്നുള്ള വിമോചനമാണ്, പാപത്തിൽ നിന്നുള്ള രക്ഷയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇത് ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. യേശുക്രിസ്തുവിലൂടെ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. റോമാലേഖനം 10 അധ്യായം 9-10 വാക്യങ്ങൾ പഠിക്കുമ്പോൾ രക്ഷിക്കപ്പെടും എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. എന്ത് ചെയ്താലാണ് രക്ഷിക്കപ്പെടുന്നത്? യേശുവിനെ കർത്താവായി സ്വീകരിക്കുകയും കർത്താവായി വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നീ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. 2
ആക്ഷൻസ് അവിടെ പറഞ്ഞിട്ടുണ്ട്, 2 പ്രവൃത്തികൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റുപറയണം. 2, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ക്രിസ്തുവിനെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഈ യേശുവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നില്ല. യേശുവിനെ ബഹുമാനിക്കുന്നത് കൊണ്ട് ഈ രക്ഷ അനുഭവിക്കണം എന്നില്ല. യേശുവിനെ ഉയർത്തുന്നത് കൊണ്ട്, ഒരു മാതൃകാ പുരുഷനായി കാണുന്നത് കൊണ്ട് രക്ഷ അനുഭവിക്കണമെന്നില്ല. യേശു പഠിപ്പിച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നത് കൊണ്ട്, ജീവിതത്തിന്റെ പ്രായോഗിക പദത്തിൽ കൊണ്ടുവരുന്നത് കൊണ്ട് രക്ഷിക്കപ്പെടണമെന്നില്ല. രക്ഷിക്കപ്പെടുവാൻ ദൈവം ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകിയ ഒരൊറ്റ നാമമേ ഉള്ളൂ. അത് യേശുക്രിസ്തു എന്ന നാമമാണ്. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. കോൾ അപ്പോൺ ദ ലോർഡ് ടു ബി സേവ്ഡ്. പ്രൈസ് ഗോഡ്. അപ്പോൾ റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇതിനെല്ലാം കൂടെ ചേർത്ത് ചുരുക്കമായി പറഞ്ഞിരിക്കുന്ന 2 പ്രായോഗിക അല്ലെങ്കിൽ ചെയ്യേണ്ട 2 കാര്യങ്ങൾ, രക്ഷിക്കപ്പെടാൻ ചെയ്യേണ്ട 2 കാര്യങ്ങളാണ് യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റുപറയുക. നമ്മൾ നിസ്സാരമായി യേശു കർത്താവ് എന്നൊരാൾ പറഞ്ഞാൽ അയാള് രക്ഷിക്കപ്പെടും എന്ന് അതിന് അർത്ഥമില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ യേശു കർത്താവാണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ ചിന്തകളിൽ ഒരു അനുയായി, ഞാൻ ഫോളോവർ എന്നുള്ള ആശയത്തിലല്ല, ഒരു അനുഭാവി, ഒരു അനുഭാവമുള്ളയാൾ, ഇപ്പോ ദൈവജനത്തെ ഒത്തിരി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന എന്നാൽ ക്രിസ്ത്യാനി അല്ലാത്ത പലരും പുറത്തുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നതിനെ അവർക്ക് ഇഷ്ടമാണ്, നമ്മുടെ ജീവിത ശൈലി അവർക്ക് ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ ഒത്തിരി അവർക്ക് ഇഷ്ടമുള്ള പല ഘടകങ്ങളും നമ്മുടെ ജീവിതത്തിലും ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്ക് അവർ കാണുമ്പോൾ അവരും യേശു കർത്താവ് എന്ന് അവരുടെ സംഭാഷണ മധ്യേയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിലോ യേശു കർത്താവ് എന്ന് പറഞ്ഞാൽ ഉടനെ രക്ഷിക്കപ്പെടുമെന്നല്ല അതിന്റെ അർത്ഥം. ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് ആ പൂർണ്ണ ബോധ്യത്തോടെ യേശുവിനെ എൻ്റെ കർത്താവാണ് യേശു, ഞാൻ യേശുവിനെ എൻ്റെ കർത്താവായി അംഗീകരിക്കുന്നു, ഞാൻ യേശുവിനെ എൻ്റെ കർത്താവായി സ്വീകരിക്കുന്നു എന്ന് വായ്കൊണ്ട് വിശ്വാസത്തോടെ, പൂർണ്ണ ബോധ്യത്തോടെ, പൂർണ്ണ സമ്മതത്തോടെ, പൂർണ്ണ സമർപ്പണത്തോടെ ഏറ്റുപറയുമ്പോൾ മാത്രമേ ആത്മാവിന്റെ രക്ഷ സംഭവിക്കുന്നുള്ളൂ. അല്ലാതെ വെറുതെ യേശു കർത്താവ് എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുമെന്നല്ല അതിന്റെ അർത്ഥം. അവിടുത്തെ ചരിത്രത്തിലെ പശ്ചാത്തലമൊക്കെ കൂടെ ചേർത്ത് പഠിക്കുമ്പോഴാണ് ആ പദത്തിന്റെ പ്രാധാന്യം, ഈ പൗലോസ് അപ്പോസ്തലൻ യേശു കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റു പറയുന്നതിന്റെ പശ്ചാത്തല പ്രാധാന്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. റോമിലെ കൈസറിനെ കർത്താവ് എന്ന് പറയാത്തവരൊക്കെയും രാജ്യദ്രോഹികളാണ് എന്ന നിയമം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് യേശു മാത്രം കർത്താവ് എന്ന് ക്രിസ്ത്യാനികൾ ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ജീവൻ തന്നെ കൊടുക്കാൻ തയ്യാറായി നടത്തുന്ന ഒരു ഏറ്റുപറച്ചിലാണ് യേശു എൻ്റെ കർത്താവ് എന്നുള്ളത് പൗലോസ് അപ്പോസ്തലൻ ഇതെഴുതുന്ന കാലഘട്ടത്തിൽ. ആ ആശയത്തിലാണ് യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുക. വെറുതെ ഒരു ഏറ്റുപറച്ചിലല്ല, ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. എന്താ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നു, യേശു അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു, യേശു രോഗികളെ സൗഖ്യമാക്കുമെന്ന് വിശ്വസിക്കുന്നു, യേശു ഒരു അത്ഭുത പ്രതിഭാസമായിരുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു എന്ന് പറയാതെ യേശുവിനെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടും എന്ന് പറയുന്നതിന്റെ, അങ്ങനെ തന്നെ ആ വിശദമായ പദം പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നതിന്റെ കാര്യം എന്താണ്? എന്തുകൊണ്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്? ഹല്ലേലൂയ. ചരിത്രത്തിൽ മരിച്ചിട്ട് എന്നേക്കുമായി ഉയർത്തെഴുന്നേറ്റ ഒരുവനേയുള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. മരിച്ച് 2-3 ദിവസമൊക്കെ കഴിഞ്ഞ് ഉയർത്തു വന്നവരെ കുറിച്ച് അല്ലെങ്കിൽ ഉയർപ്പിക്കപ്പെട്ടവരെ കുറിച്ച് ബൈബിളിലും പറഞ്ഞിട്ടുണ്ട്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ കാണാം. പക്ഷെ അവരൊക്കെ വീണ്ടും മരിച്ചു. പക്ഷെ യേശു ഉയർത്തെഴുന്നേറ്റത് ഒരിക്കലായി ഉയർത്തെഴുന്നേറ്റ് എന്നേക്കും ജീവിക്കുവാൻ വേണ്ടിയാണ് ഉയർത്തെഴുന്നേറ്റത്. ഹല്ലേലൂയ. അങ്ങനെ ചരിത്രത്തിൽ ഒരുവനെ ഉയർത്തെഴുന്നേറ്റുള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു അങ്ങനെ ഉയർത്തെഴുന്നേറ്റത്? അവിടുന്ന് ദൈവമാകയാലാണ്. യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, എൻ്റെ ജീവനെ കൊടുക്കാനും തിരികെ പ്രാപിക്കാനും
എനിക്ക് കഴിയും. ഈ കൽപ്പന എനിക്ക് എൻ്റെ പിതാവിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. എൻ്റെ ജീവന്റെ മേൽ എനിക്ക് അധികാരമുണ്ട്. അപ്പോൾ ജീവൻ പിതാവിന്റെ കയ്യിൽ കൊടുക്കാനും തിരികെ പ്രാപിക്കാനും അധികാരമുള്ള ഒരുവനേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. കാരണം എന്താണ്? അവിടുന്ന് സാക്ഷാൽ ദൈവമാകിയാലാണ്. ഹല്ലേലൂയ. അപ്പോൾ യേശു സാക്ഷാൽ ജീവനുള്ള, എന്നേക്കും ജീവിച്ചിരിക്കുന്ന, മാത്രമല്ല തന്നിൽ വിശ്വസിക്കുന്നവരെ തന്നോടുകൂടെ ഉയർപ്പിച്ച് ജീവിപ്പിക്കാൻ കഴിയുന്ന ആ ആത്മാവിന്റെ മേൽ, ജീവന്റെ മേൽ അധികാരമുള്ള, ഉയർപ്പിക്കാനും ശിക്ഷിക്കാനും അധികാരമുള്ള ദൈവമാണ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ മാത്രമേ ഒരുവൻ രക്ഷിക്കപ്പെടുന്നുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഈ രണ്ട് ഘടകങ്ങൾ, യേശുവിനെ കർത്താവ് എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മരിക്കാൻ തയ്യാറാണ് യേശുവിന് വേണ്ടി. യേശുവിനെ കർത്താവ് എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതം തന്നെ കൊടുക്കേണ്ടി വന്നാൽ ഞാൻ അത് തയ്യാറാണ് എന്ന് സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിന്റെ നാഥനായി, അധികാരിയായി, ഇനി യേശുവിന്റെ കർത്തൃത്വത്തിന് കീഴിൽ ജീവിക്കുവാനായി എന്നെ സമർപ്പിക്കുന്നു എന്ന ഏറ്റുപറച്ചിൽ നാവ് കൊണ്ട് നടത്തുമ്പോൾ യേശു സാക്ഷാൽ ദൈവമാണ്, ശിക്ഷിക്കാനും ഉയർപ്പിക്കാനും ജീവിപ്പിക്കാനും അധികാരമുള്ള നിത്യ ദൈവമാണ് എന്ന ഉറച്ച വിശ്വാസം ഹൃദയത്തിൽ ഉണ്ടായിരിക്കുകയും ചെയ്യുമ്പോഴാണ് രക്ഷ പ്രാപിക്കാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം ഈ ആത്മാവിന്റെ രക്ഷയാണ്, പാപമോചനമാകുന്ന രക്ഷയാണ്. ഹല്ലേലൂയ. അപ്പോ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത് തന്റെ ജയിലിൽ നിന്നുള്ള വിടുതലിനെ കുറിച്ചാണ്. നമുക്കിനി 20-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം. ചാപ്റ്റർ 1 വേഴ്സ് 20, ഫിലിപ്പി ലേഖനം 1-ന്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നു, അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എന്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയേ ഉള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോ ആ വാക്യത്തിന്റെ പ്രസക്തമായ കാര്യങ്ങൾ നോക്കിയാൽ ഒന്ന് പറയുന്നു, ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകുന്നില്ല. ഒന്നിലും ലജ്ജിച്ചു പോകുന്നില്ല. ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് എനിത്തിങ്, നത്തിങ് ഐ ഷാൽ ബി അഷെയിംഡ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ പൂർണ്ണ ധൈര്യം പൂണ്ട്, എവ്രിതിങ് ഐ ആം ബോൾഡ്, ഞാൻ പൂർണ്ണ ധൈര്യം ഉള്ളവനായിരിക്കുന്നു. പിന്നെ എൻ്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ. യേശു ക്രിസ്തു എൻ്റെ ശരീരത്തിൽ എപ്പോഴും മഹിമപ്പെടും. അത് ജീവൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ടായാലും ഞാൻ മരിക്കുന്നത് കൊണ്ടായാലും എൻ്റെ ശരീരത്തിൽ യേശു എപ്പോഴും മഹിമപ്പെടും. അപ്പൊ 3 പ്രധാന കാര്യങ്ങൾ 20-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതിൽ ആദ്യത്തേതിലേക്ക് നമുക്ക് വരാം. ഇൻ നത്തിങ് ഐ ഷാൽ ബി അഷൈംഡ്, ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകുന്നില്ല, ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആ വാക്യത്തെ ഒന്ന് പരിശോധിക്കാം. നമ്മൾ ലജ്ജിക്കാൻ പാടില്ലാത്ത വിഷയങ്ങളുണ്ട്. ഹല്ലേലൂയ. ലജ്ജിക്കേണ്ട കാര്യങ്ങളുണ്ട്, ലജ്ജിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. റോമാലേഖനം 1-ാം അധ്യായം പഠിക്കുമ്പോൾ ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു എന്ന് കർത്താവിനെ അംഗീകരിക്കാത്ത, അനുസരിക്കാത്ത, ദൈവത്തെ മറക്കുന്ന, രക്ഷിക്കപ്പെടാത്ത അല്ലെങ്കിൽ പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ച് പറയുമ്പോൾ പറയുന്നു, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പല രീതിയിൽ നമുക്ക് അത് കാണുവാനായിട്ട് കഴിയും. വാസ്തവത്തിൽ ഷെയിമായിട്ടുള്ള കാര്യമാണ്, ഷെയിംഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അവർക്കത് ഭയങ്കര അഭിമാനമാണ്. ഹല്ലേലൂയ. എന്താ ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പറയാനായിട്ടുണ്ട് അല്ലെ. മനുഷ്യൻ സാധാരണ ഏറ്റവും പെട്ടെന്ന് മനസ്സിലാകുന്നതും ഉപയോഗിക്കാൻ കഴിയുന്നതുമായ ഒരു കാര്യമാണ് വസ്ത്രധാരണത്തെ കുറിച്ച് പറയുമ്പോൾ. മനുഷ്യൻ വസ്ത്രം ധരിക്കുന്നതിന് എന്താണ്, വസ്ത്രം ധരിക്കുന്നതിന്റെ ആവശ്യകത എന്താണ്? പ്രധാനമായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നഗ്നത മറയ്ക്കുക എന്നുള്ളതാണ്. ശരീരത്തിന്റെ നമ്മുടെ ശരീരത്തിന്റെ രൂപം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ എക്സ്പോസ് ചെയ്യാതിരിക്കാൻ വേണ്ടി മറയ്ക്കുക എന്നുള്ളതാണ് വസ്ത്രധാരണം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ കാര്യം, ആദ്യത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രൈസ് ദി ലോർഡ്. മറ്റൊന്ന്, സെക്കൻഡ് തിങ്, ടു പ്രൊട്ടക്ട് ഫ്രം ദി വെതർ, കാലാവസ്ഥയിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഈ 2 പ്രധാന കാര്യങ്ങളാണ്. പിന്നെ വേറെ പല കാര്യങ്ങളുണ്ട്. യൂണിഫോം പോലുള്ള കാര്യങ്ങൾ,
നമ്മളായിരിക്കുന്ന ജോലി, നമ്മളായിരിക്കുന്ന ഐഡന്റിറ്റി, നമ്മളായിരിക്കുന്ന കൾച്ചർ, ഇതിനെയൊക്കെ കാണിക്കുന്ന, അല്ലെങ്കിൽ അതിനെയൊക്കെ നമ്മുടെ വസ്ത്രധാരണം കൊണ്ട് വെളിപ്പെടുത്തുവാനായിട്ട് കഴിയും. എങ്കിലും ഏറ്റവും ബേസിക് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ശരീരത്തിന്റെ നഗ്നത മറയ്ക്കുക; രണ്ട്, വെതറിൽ നിന്ന്, കാലാവസ്ഥയിൽ നിന്ന്, ഓരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് സംരക്ഷണം നൽകുന്ന വസ്ത്രധാരണം. അതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടെ ഇപ്പോ ജാക്കറ്റ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. എന്നാൽ ഞാൻ ആദ്യം പറയാം, നഗ്നത മറയ്ക്കുക. ഇത് ഏദൻ തോട്ടത്തിൽ വെച്ച് തുടങ്ങിയ കാര്യമാണ്. ആദം ഹവ്വ ആദ്യം എന്ത് ചെയ്തു? അത്തിയില ഉണ്ട് അവർക്ക് വസ്ത്രം തുന്നി. പക്ഷേ വെയിലാറിയപ്പോ, വെയിലുദിച്ചപ്പോ, ചൂട് തട്ടിയപ്പോ അതെല്ലാം വാടിപ്പോയി, ഉണങ്ങിപ്പോയി. അപ്പൊ അവര് പോയി ഒളിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നാൽ ഒരു കാലത്ത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും ചരിത്രം, കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ചരിത്രം പഠിക്കുമ്പോൾ, ഒരു കാലത്ത് മനുഷ്യർക്ക് മാന്യമായി അവരുടെ ശരീരം നഗ്നത മറയ്ക്കുന്ന വസ്ത്രം ധരിക്കാൻ അനുവാദമില്ലാത്ത സമൂഹങ്ങൾ ഉണ്ടായിരുന്നു. ചില വിഭാഗങ്ങളിൽ, അല്ലെങ്കിൽ അന്നത്തെ ജാതി വ്യവസ്ഥകൾ ഒക്കെ അനുസരിച്ച് ശരീരം പൂർണ്ണമായി വേണ്ട വിധത്തിൽ അവരുടെ നഗ്നത മറയ്ക്കാനുള്ള അനുവാദമില്ലാത്ത ജനസമൂഹങ്ങൾ ഒരു കാലത്തുണ്ടായിരുന്നു. അതിനുവേണ്ടി സമരങ്ങൾ നടന്നിട്ടുണ്ട്, വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ട്. എന്തിനാ? ശരീരം നഗ്നത മറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി, വസ്ത്രം ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ജനസമൂഹം തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തിയിട്ടുണ്ട്, സമരം നടത്തിയിട്ടുണ്ട്, പലരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പലയിടത്തും, എല്ലാവരും എന്നല്ല ഞാൻ പറയുന്നത്, പലയിടത്തും ശരീരം മറയ്ക്കാതിരിക്കുന്നതിൽ പലർക്കും അഭിമാനമാണ്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. മറയ്ക്കേണ്ട കാര്യങ്ങൾ മറയ്ക്കാതിരിക്കുന്നതിൽ അഭിമാനം തോന്നുന്നു. എന്താ കാരണം? പാപം അവരിൽ വാഴുന്നു, ഇരുൾ അവരിൽ ആധിപത്യം നടത്തുന്നു. അതുകൊണ്ടാണത് സംഭവിക്കുന്നത്. ലജ്ജയായതിൽ അവർക്ക് അഭിമാനം തോന്നുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ മനുഷ്യന് ദൈവം മൃഗത്തിൽ നിന്ന് വ്യത്യസ്തമായ സ്വഭാവം, അല്ലെങ്കിൽ പരിജ്ഞാനം മനുഷ്യന് ദൈവം കൊടുത്തിട്ടുണ്ട്. വിവേകം ദൈവം കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീടിനുള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, വീടിന് പുറത്ത് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അനുവദിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചിലർ പറയുന്നത്, നമ്മുടെ എപ്പോഴാണോ സ്നേഹം വരുന്നത് അത് അവിടെ വെച്ചത്, സ്ട്രീറ്റിലാണെങ്കിൽ അവിടെ, പബ്ലിക് സ്ഥലത്താണെങ്കിൽ അവിടെ വെച്ചതാണ് പ്രകടിപ്പിക്കുക. അത് കാമുകി കാമുകന്മാരായാലും ഭാര്യ ഭർത്താക്കന്മാരായാലും ഒക്കെ പ്രകടിപ്പിക്കുക. അതിനുവേണ്ടി എന്തും ചെയ്യുക എന്നൊക്കെയുള്ള, അതിനുവേണ്ടിയുള്ള പ്രകടനങ്ങൾ ഉൾപ്പെടെയൊക്കെ നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നമുക്ക് വീട്ടിലോ അല്ലെങ്കിൽ വീടിന്റെ പറമ്പിലോ ഒക്കെ ടോയ്ലറ്റ് നമ്മൾ പണിത് അതിന് മറപ്പുര എന്നാണ് പേര് തന്നെ. എന്തിനാണ് അതിനെ ചുവരൊക്കെ കെട്ടി മറച്ച് ആരും കാണാതെ കാര്യങ്ങൾ നടത്താനായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്? എന്താ? അത് നമുക്കറിയാം, അതാരും കാണുന്നത് ഒരു നല്ല കാര്യമല്ല, സന്തോഷമുള്ള കാര്യമല്ല. അത് അപമാനകരമായ കാര്യമാണ്, നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോ മുറിക്കകത്ത്, ചുവരുകൾക്കുള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, പൊതുസമൂഹം കാണാതെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതിനാണ് പരിജ്ഞാനം ദൈവം മനുഷ്യന് തന്നിട്ടുള്ളത്. മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. പക്ഷേ ലജ്ജയായതിൽ മാനം തോന്നുന്നത് എപ്പോഴെന്നറിയാവോ? ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ, ദൈവത്തെ നിഷേധിക്കുമ്പോൾ, പിശാച് ആധിപത്യം നടത്തുമ്പോൾ അവർക്ക് ലജ്ജയായതിൽ മാനം തോന്നും. ഈ കാര്യങ്ങൾ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും അല്ലെങ്കിൽ അതിനുവേണ്ടി ആ രീതിയിലൊക്കെ നിലപാടെടുക്കുകയും ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടികളൊക്കെ ഉൾപ്പെടെ സ്വീകരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. എനിവേ, ഞാൻ തിരികെ വരട്ടെ. അപ്പോൾ ലജ്ജിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഉണ്ട്, ലജ്ജിക്കേണ്ട കാര്യങ്ങളുമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നു, ഞാൻ ഒന്നിലും ലജ്ജിക്കുന്നില്ല. അപ്പോസ്തലൻ ലജ്ജിക്കാത്ത, അല്ലെങ്കിൽ ലജ്ജിക്കാൻ പാടില്ല, ലജ്ജിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, വാട്ട് ഓൾ തിങ്സ് ദാറ്റ് വി ഷുഡ് നോട്ട് ബി അഷൈംഡ് ഓഫ്. ദൈവവചനത്തിൽ നിന്ന് കാണുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം, ലജ്ജിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ഒന്ന്, യേശുക്രിസ്തുവിനെ കുറിച്ച് should not be ashamed about Christ. That means be proud to say that I am a Christian. Jesus Christ is my Lord എന്ന് പറയാൻ ലജ്ജിക്കരുത്. ഹല്ലേലൂയ. കർത്താവ് തന്റെ ശിഷ്യന്മാരും ജനസമൂഹമൊക്കെ നോക്കി നിൽക്കുമ്പോൾ പറയുന്നൊരു വാക്യമാണ് മർക്കോസ് സുവിശേഷം 8-ാം അധ്യായം 38-ാമത്തെ വാക്യം. രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. തൊട്ടു പിന്നാലെ അതും കൂടെ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. 8-ന്റെ 38-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു,
വ്യഭിചാരവും പാപവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തന്റെ പിതാവിന്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും. ഇഫ് എനിവൺ ഈസ് അഷൈംഡ് അബൌട്ട് മീ ആൻഡ് അബൌട്ട് മൈ വേർഡ്, I also will be ashamed about him when I come in glory, I mean of Heavenly Father with the holy angels. Hallelujah. ഇതാണ് കർത്താവ് പറയുന്നത്. സോ രണ്ട് കാര്യങ്ങൾ അവിടെ കാണുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ച് ലജ്ജിക്കാൻ പാടില്ല. യേശു പറയുന്നു വ്യഭിചാരവും പാപവുമുള്ള ഈ തലമുറയിൽ. ഹല്ലേലൂയ. ശരിക്കും ഇന്നത്തെ ലോകത്തിലെ കോണ്ടെക്സ്റ്റിൽ വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്യമാണത്. ലോകം വ്യഭിചാരം ചെയ്യുന്നതിൽ അഭിമാനിക്കുന്ന, അത് തെറ്റാണെന്നും അത് ശരിയല്ലെന്നും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത് പാടില്ല എന്നും ഒക്കെ പഠിപ്പിക്കുമ്പോൾ അതിനെ വിമർശിക്കുന്ന, ഇങ്ങനെ പഠിപ്പിക്കുന്നതാണ് തെറ്റെന്ന് പഠിപ്പിക്കുന്ന ഒരു ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ യേശു പറയുകയാണ്, അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ഇഫ് യു വിൽ അഷൈംഡ് you will be ashamed about me, എന്നെ കുറിച്ച് നിങ്ങൾ ലജ്ജിച്ചാൽ, പ്രൈസ് ദി ലോർഡ്. അർത്ഥം എന്താണ്? നെവർ ബി അഷൈംഡ് അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്, നെവർ ബി അഷൈംഡ് അബൌട്ട് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തെ കുറിച്ച് ലജ്ജിക്കരുത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ബൈബിൾ BIBLE അല്ലെ, BIBLE എന്നാണ് ബൈബിളിന്റെ ഇംഗ്ലീഷ് ലെറ്റേഴ്സ്, ബൈബിൾ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ്. അതിനെ ഒരാൾ എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ആ BIBLE എന്നുള്ളതിനെ എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ബേസിക് ഇൻസ്ട്രക്ഷൻസ് ബിഫോർ ലീവിംഗ് ദി എർത്ത്. ഹല്ലേലൂയ. ബിഫോർ ലീവിംഗ് ദി എർത്ത്, ബേസിക് ഇൻസ്ട്രക്ഷൻസ് ബിഫോർ ലീവിംഗ് ദി എർത്ത്. ഹല്ലേലൂയ. ഭൂമി വിടുന്നതിന് മുൻപ്, ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുൻപ് ജീവിക്കാൻ വേണ്ടിയുള്ള അടിസ്ഥാന നിർദ്ദേശങ്ങൾ, അടിസ്ഥാന ഉപദേശങ്ങൾ, അടിസ്ഥാന പാഠങ്ങൾ. ആമേൻ. അതാണ് ബൈബിൾ എന്ന് ഒരാൾ പറഞ്ഞ് അതിനെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എനിവേ, അക്യുറേറ്റ് ആയിട്ട് ആ മീനിങ് വരത്തില്ലെങ്കിലും ഏകദേശം ഉദ്ദേശ്യത്തെ സാധൂകരിക്കുന്ന ഒരു പദപ്രയോഗമാണ്. ദൈവവചനത്തെ കുറിച്ച് ലജ്ജിക്കരുത്. ബൈബിൾ, വാട്ട് എവർ ബൈബിൾ സേ ഇറ്റ് ഈസ് ട്രൂ. ഹല്ലേലൂയ. ദൈവവചനം എന്ത് പറയുന്നു അത് സത്യമാണ്. അതിനെ it is worthy to follow, it is worthy to accept, it is worthy to live accordingly. Hallelujah. അപ്പോ ദൈവവചന പ്രകാരം ജീവിക്കാൻ ലജ്ജിക്കരുത് എന്ന് കൂടെ അതിൽ നിന്ന് അർത്ഥമുണ്ട്. പിന്നെ റോമർ 1:16 വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഐ ആം നോട്ട് അഷൈംഡ് അബൌട്ട് ഗോസ്പൽ. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. എന്താ കാരണം? ഇറ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ശക്തിയാണ് ദൈവത്തിന്റെ വചനം, സുവിശേഷം. ഗോസ്പൽ ഈസ് ദ പവർ ഓഫ് ഗോഡ് ഫോർ ദ സാൽവേഷൻ ഓഫ് ഓൾ, ഓർ ഫോർ ദ സാൽവേഷൻ ഓഫ് ജൂസ് ആൻഡ് ജെന്റൈൽസ്. ഹല്ലേലൂയ. യഹൂദന്മാർക്കാകട്ടെ, ജാതികൾക്കാകട്ടെ, അല്ലെങ്കിൽ യവനന്മാർക്കാകട്ടെ, ഏതൊരാൾക്കും രക്ഷയ്ക്കായുള്ള ദൈവശക്തിയാണ് സുവിശേഷം. And the gospel only has the power. And gospel only is the power to save any person, any man, human being from their sin. സുവിശേഷത്തിന് മാത്രമേ ആ ശക്തിയുള്ളൂ. അതുകൊണ്ട് സുവിശേഷത്തെ കുറിച്ച് ലജ്ജിക്കരുത്. രക്ഷിക്കാൻ കഴിയുന്നതിനെ കുറിച്ച് ലജ്ജിക്കാൻ പാടില്ലല്ലോ, അഭിമാനിക്കുകയാണ് വേണ്ടത്. രക്ഷിക്കാൻ ശക്തിയുള്ള സുവിശേഷത്തെ കുറിച്ച് അഭിമാനിക്കുകയാണ് വേണ്ടത്. ഹല്ലേലൂയ. അപ്പോൾ സുവിശേഷത്തെ കുറിച്ച് ലജ്ജിക്കരുത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇനി 1 പത്രോസ് 4:16 പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, യേശുക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നതിൽ നമ്മൾ ലജ്ജിക്കരുത്. ഹല്ലേലൂയ. We should not be ashamed in suffering for Christ. ഹല്ലേലൂയ. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുന്നെങ്കിൽ, ക്രിസ്ത്യാനി ആയത് നിമിത്തം കഷ്ടം സഹിക്കുന്നെങ്കിൽ ലജ്ജിക്കരുത്. ഹല്ലേലൂയ. ഇനി ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ട് ലജ്ജിക്കാതിരിക്കരുത് എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഞാനൊരു ദൈവവൈതലാണ് എന്നതുകൊണ്ട് എനിക്ക് ഉപദ്രവം നേരിട്ടാൽ, ഞാനൊരു ദൈവവൈതലായതുകൊണ്ട് ഞാൻ ചിലതിനോട് നോ പറഞ്ഞതുകൊണ്ട് എന്നെ ചിലടത്ത് ഒറ്റപ്പെടുത്തിയാൽ, എനിക്ക് ലഭിക്കേണ്ടിയിരുന്ന ചിലത് എനിക്ക് നഷ്ടപ്പെട്ടാൽ, അതൊക്കെ ഒരു കഷ്ടമായി. യേശു ക്രിസ്തുവിന്റെ നാമനിമിത്തം ചിലതിനോട് നോ പറഞ്ഞതുകൊണ്ട് എനിക്ക് നിങ്ങളുമായി ഈ വിഷയത്തിൽ സഹകരിക്കാൻ പറ്റത്തില്ല, കാരണം ഞാൻ ഒരു ദൈവവൈതലാണ്.
അത് നിമിത്തം നമുക്ക് ലഭിക്കേണ്ട എന്തെങ്കിലും നന്മ നഷ്ടമായാൽ ലജ്ജിക്കരുത്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഇതാണ് പത്രോസ് അപ്പോസ്തലൻ ഉപദേശിക്കുന്നത്, ലജ്ജിക്കാൻ പാടില്ലാത്ത നാലാമത്തെ കാര്യം. ഹല്ലേലൂയ. ഇനി 2 Timothy 2:8 about the testimony of Christ, യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യത്തെക്കുറിച്ച് ലജ്ജിക്കരുത്. പ്രൈസ് ദി ലോർഡ്. യേശു അനുഭവിച്ച വേദന, കഷ്ടം, ത്യാഗം. ഹല്ലേലൂയ. ചിലർക്ക് അതൊക്കെ ഒരു ഒരു അപമാന വിഷയമാണ്, അല്ലെ? ശക്തി കൊണ്ട് ലോകത്തെ പിടിച്ചെടുക്കാമെന്നാണ് പലരും ചിന്തിക്കുന്നത്. യുദ്ധം ചെയ്ത് ലോകത്തെ കീഴടക്കാമെന്നാണ് പലരും ചിന്തിക്കുന്നത്. ആയുധങ്ങൾ കൊണ്ട് മനുഷ്യരെ കീഴ്പ്പെടുത്താമെന്നാണ് പലരും ചിന്തിക്കുന്നത്. അവരുടെ മുന്നിൽ യേശുവിന്റെ മാർഗം, യേശുവിന്റെ സാക്ഷ്യം, യേശു കഷ്ടം സഹിച്ചത്, യേശു ഏൽപ്പിച്ചു കൊടുത്തത്, യേശു ക്രൂശിൽ മരിച്ചത്, ഇതൊക്കെ അവർക്ക് വളരെ നിസ്സാരമായ അല്ലെങ്കിൽ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമായിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സാക്ഷ്യത്തെക്കുറിച്ച് നാം ലജ്ജിക്കാൻ പാടില്ല. ഹല്ലേലൂയ. യേശുവിന്റെ സാക്ഷ്യത്തെക്കുറിച്ച് ലജ്ജിക്കാൻ പാടില്ല. ഇനി 2 തിമോത്തിയോസ് 2:8 പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എന്നെ കുറിച്ച് ലജ്ജിക്കരുത്, അഭിമാനിക്കണം. ദൈവദാസന്മാരെ കുറിച്ച് അഭിമാനിക്കണം. ആമേൻ. നോട്ട് ബി അഷൈംഡ് അബൌട്ട് the ministers, true ministers of God. കർത്താവിന്റെ വേല യഥാർത്ഥമായി ചെയ്യുന്ന ദൈവദാസന്മാരെ ഓർത്ത് സന്തോഷിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു തെരുവിൽ നിന്ന്, സ്ട്രീറ്റിൽ നിന്ന് ഒരു ദൈവദാസൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ആമേൻ, ആ ദൈവദാസൻ ആമേൻ സ്ട്രീറ്റിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ അത് കണ്ടിട്ട് ബാക്കി പലരും അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് കളിയാക്കുന്നുണ്ടാകും, ആക്ഷേപിക്കുന്നുണ്ടാകും. വേറെ പണിയില്ല, ഉദരസേവ നടത്തുന്നവരാണെന്ന് പറഞ്ഞ്, മനസ്സിലായോ, വയറ്റിപ്പഴപ്പിന് നടക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് പലരും കളിയാക്കുന്നത് കാണുമ്പോൾ ആ ദൈവദാസന്റെ അടുക്ക ചെന്ന് കൂടെ ചേർന്ന് നിന്നാൽ, അല്ലെങ്കിൽ ആ ദൈവദാസനെ ആമേൻ ഒന്ന് പിന്തുണച്ചാൽ ആ ആൾക്കാർ തന്നെയും കളിയാക്കുമെന്ന് ചിന്തിച്ച് ഒഴിഞ്ഞു മാറി പോകാൻ പാടില്ല. അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ അവരെ ഓർത്ത് അഭിമാനിക്കുന്നില്ലെന്നാണ് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. about the true ministers of God. ആമേൻ. അവരെ ഓർത്ത് ലജ്ജിക്കരുത്. സത്യ സുവിശേഷകന്മാരെ, സത്യമായ ദൈവിക ശുശ്രൂഷ ചെയ്യുന്നവരെ, അവരെ ഓർത്ത് അഭിമാനിക്കണം, അവരെ ഓർത്ത് ലജ്ജിക്കരുത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മുടെ കർത്താവ് ആമേൻ നമ്മൾ ലജ്ജിക്കാൻ പാടില്ലാത്ത വിഷയങ്ങളാണ് പറഞ്ഞത്. ഇനി നമ്മുടെ ദൈവം ആരാ? നമ്മെ ലജ്ജിക്കാൻ അനുവദിക്കാത്ത ദൈവമാണ്. ഹല്ലേലൂയ. നമുക്ക് തൽക്കാലം മറ്റുള്ളവർ നമ്മെ ആക്ഷേപിക്കുന്നു, കളിയാക്കുന്നു എന്നൊക്കെ തോന്നിയാലും നാം ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. ആമേൻ. എന്താ കാരണം? നമ്പർ 1, ബിക്കോസ് യു ബിലീവ്ഡ് ഇൻ ഹിം. യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചതുകൊണ്ട് നാം രക്ഷിക്കപ്പെടുവാൻ ദൈവം ആമേൻ ലജ്ജിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല എന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തെ ആമേൻ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ച് പോകയില്ല. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് നാം ലജ്ജിച്ചു പോകാത്തത്? ദൈവം നമ്മെ സഹായിക്കും എന്നുള്ളത് കൊണ്ട് നാം ലജ്ജിച്ചു പോകയില്ല. ഹല്ലേലൂയ. വിശ്വസിക്കാമോ? നമ്മൾ ബൈബിൾ സ്റ്റഡിയാണ്. അപ്പോൾ തന്നെ ചില ആത്മീയ ദൂതുകൾ കൂടെ ഇതിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരുന്നുണ്ട്. ഹല്ലേലൂയ. നാം തല താഴ്ത്തുമെന്ന് കരുതുന്നിടത്ത്, ആമേൻ, ഇനി ഒരിക്കലും ഒരു ഉയർച്ച ഉണ്ടാവുകയില്ലെന്ന് ചിന്തിക്കുന്നിടത്ത്, അപമാനിതരായി ആക്ഷേപിക്കപ്പെട്ടവരായി എന്നും തുടരുമെന്ന് കരുതുന്നിടത്ത് നിന്ന് ദൈവം നമ്മെ സഹായിച്ച് രക്ഷിക്കുന്ന, ലജ്ജ മാറ്റി സന്തോഷിപ്പിക്കുന്ന, അഭിമാനമാക്കി തീർക്കുന്ന ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കും. ഹല്ലേലൂയ. നാം ലജ്ജിക്കാൻ ദൈവം അനുവദിക്കയില്ല. എങ്ങനാ? ദൈവം നമുക്ക് വേണ്ടി സഹായമായി വെളിപ്പെട്ടു വരുന്നതിനാൽ നാം ലജ്ജിക്കാൻ ദൈവം അനുവദിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇനി ആമേൻ, യോവേലിന്റെ പ്രവചന പുസ്തകം 2:26 പറയുന്നു, അവന്റെ ദൈവത്തിന്റെ ജനം, എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. ഹല്ലേലൂയ. നാം ലജ്ജിക്കാതിരിക്കുന്നതിന്റെ കാരണം എന്താണ്? നമുക്ക് എന്തെങ്കിലും കഴിവുള്ളത് കൊണ്ടല്ല, കുടുംബ മഹത്വമുള്ളത് കൊണ്ടല്ല, സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടല്ല. ബിക്കോസ് വി ആർ ഗോഡ്സ് പീപ്പിൾ. ഇഫ് വി ആർ ഗോഡ്സ് പീപ്പിൾ, ഹി വിൽ നോട്ട് ലെറ്റ് യു ബി അഷെയിംഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോ അതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവത്തിന്റെ മക്കൾ, ദൈവത്തിന്റെ ജനം ആയി നമ്മളെ തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ കൃപ എത്ര വലുതാണ്! എന്തിനാ നമ്മെ തെരഞ്ഞെടുത്തത്? നാം ലജ്ജിച്ചു പോകാതിരിക്കാൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനമാകിയാൽ നാം ലജ്ജിച്ചു പോകയില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ക്വാളിഫിക്കേഷൻസ് ഒന്നും വിഷയമല്ല. ജസ്റ്റ് ബിക്കോസ് വി ആർ ഗോഡ്സ് പീപ്പിൾ. ഹല്ലേലൂയ. ഇനി യെശയ്യാവ് 49:23 നമ്മോട് ദൈവം ആലോചന പറയുകയാണ്. യഹോവയെ കാത്തിരിക്കുന്ന ഒരുത്തനും
ലജ്ജിച്ചു പോകയില്ല. Those who wait for God shall not be ashamed at all. ഹല്ലേലൂയ. ദൈവത്തെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ കാത്തിരിപ്പ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആമേൻ. ഐ വാസ് പേഷ്യൻലി വെയിറ്റിംഗ് ഫോർ ദ ലോർഡ്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 40 അല്ലേ. ആമേൻ. അവൻ എങ്കലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ആ രണ്ടാമത്തെ ഈ ഒരു വാക്യത്തിൽ രണ്ട് കാര്യങ്ങൾ അടുത്തടുത്ത് പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ദൈവത്തെ വിളിച്ചു ഉടനെ കേട്ടു എന്നല്ല മനസ്സിലാക്കേണ്ടത്. കാത്തിരുന്നു. ഈ വാക്യത്തിന്റെ രണ്ട് സെന്റൻസസിന്റെ ഇടയ്ക്ക് എത്ര കാലം ഉണ്ടായിരുന്നു അവിടെ പറഞ്ഞിട്ടില്ല. മേ ബി ഷാൽ ബി എ ഡേ, മേ ബി ആൻ അവർ, മേ ബി എ വീക്ക്, മേ ബി എ മന്ത്, മേ ബി an year, or maybe many years. Hallelujah. Maybe a lifetime. Hallelujah. Some people, though they waited till the death of their life, till the end of their life on this earth, still some days we may feel that they were not answered. Hallelujah. But there's a time they are going to be with God, with Christ. They are going to be resurrected and to be with God forever. And they will be honored, rewarded. They will shine like stars forever. Hallelujah. അപ്പോ യഹോവയെ കാത്തിരിക്കുന്ന ഒരുത്തനും എന്ത് ചെയ്യത്തില്ല? ലജ്ജിച്ചു പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ മണ്ണിലേക്ക് ചേർന്നാലും മരിച്ചു മൺമറഞ്ഞാലും അതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഉയർപ്പിക്കാൻ കഴിയുന്ന, രക്ഷിക്കാൻ കഴിയുന്ന, തന്നോടുകൂടെ ഇരുത്തുവാൻ കഴിയുന്ന, ലജ്ജിക്കാൻ നിത്യമായ പ്രകാശത്തിൽ അല്ലെങ്കിൽ നിത്യ പദവിയിൽ നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒരു സമയം വരുന്നുണ്ട്. അപ്പൊ യഹോവയ്ക്കായി കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല. ആമേൻ. And I am one of them. I'm not going to be ashamed because I am waiting for the Lord. കർത്താവിനായി കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല. ഹല്ലേലൂയ. ഇനി സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത് 119:6 ദൈവത്തിന്റെ കൽപ്പനകളെ, ദൈവത്തിന്റെ പ്രമാണങ്ങളെ സൂക്ഷിക്കുന്നവൻ അല്ലെങ്കിൽ അതിനെ ജീവിതത്തിൽ പാലിക്കുന്നവൻ, ഹല്ലേലൂയ, അവർ ലജ്ജിച്ചു പോകത്തില്ല. ദൈവവചനം പാലിക്കുമ്പോൾ ലോകത്തിന് നീ ഒരു ഭോഷനായി തോന്നാം. ഹല്ലേലൂയ. നമ്മൾ പാടുന്ന പാട്ടിൽ ഒരു ചരണമുണ്ടല്ലോ, ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു. ക്രിസ്തീയ ജീവിതം പലർക്കും ഒരു പരിഹാസ വിഷയമാണ്, അല്ലെ? ഹല്ലേലൂയ. ലോകക്കാർ ജീവിക്കുന്നത് പോലെ അല്ലല്ലോ നാം ജീവിക്കുന്നത്. ലോക മനുഷ്യർ പിന്തുടരുന്ന ജീവിത ശൈലി അല്ലല്ലോ നാം പിന്തുടരുന്നത്. ലോക മനുഷ്യർക്ക് ഏതു വഴി വേണമെങ്കിലും പോകുന്നതിന് തടസ്സമില്ല. അപ്പോഴപ്പോൾ തോന്നിയതുപോലെ അവർക്ക് തീരുമാനങ്ങൾ എടുക്കാം, ജീവിത ശൈലി രൂപപ്പെടുത്താം, അനുസരിച്ച് മുന്നോട്ട് പോകാം. പക്ഷെ നമുക്ക് അങ്ങനെ പറ്റത്തില്ല. നമുക്ക് നമ്മെ വാഴുന്നൊരു കർത്താവുണ്ട്. നമുക്ക് പോകാൻ ഒരു ഇൻസ്ട്രക്ഷൻ ദൈവം തന്നിട്ടുണ്ട്. ജീവിക്കുവാൻ ഒരു മാർഗം കർത്താവ് കാണിച്ചു തന്നിട്ടുണ്ട്. അതിലൂടെ മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. We have Spirit of God to guide us and we have to listen him and obey him and follow him. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ സ്വരത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ലോക മനുഷ്യർക്ക് ഇത് ഭോഷത്വമായിരിക്കും, അല്ലെ? പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിന്റെ വചനങ്ങളെ പ്രമാണിക്കുന്നത് നിമിത്തം ദൈവം പറയുകയാണ്, നീ ഒരിക്കലും ലജ്ജിച്ചു പോകേണ്ടി വരത്തില്ല. ഹല്ലേലൂയ. ഈ ലോകം കൊണ്ട് അവസാനിക്കുന്ന ഒരു കാര്യമല്ല അത്. ബിക്കോസ് യു ഫോളോ ഹിം, ബിക്കോസ് യു ഒബേ ഹിസ് കമാൻഡ്മെന്റ്സ്, ബിക്കോസ് യു ഒബ്സർവ് ഹിസ് ഇൻസ്ട്രക്ഷൻസ്, you are going to be honored in eternity. ഹല്ലേലൂയ. നിത്യതയിൽ ദൈവം നമ്മെ ആദരിക്കുന്ന ഒരു സമയം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്ന ആരും എന്ത് ചെയ്യത്തില്ല? ലജ്ജിച്ചു പോകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് കർത്താവിന്റെ കൃപകളിൽ ആശ്രയിക്കാം, ദൈവത്തിന്റെ വിശ്വസ്തതയിൽ ആശ്രയിക്കാം, ദൈവത്തിന്റെ വചനത്തെ പ്രമാണിക്കാം. ഹല്ലേലൂയ. കർത്താവിനെ കാത്തിരിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. കർത്താവിനെ വിശ്വസിച്ചവൻ ലജ്ജിച്ചു പോകത്തില്ല. ദൈവം നമ്മെ സഹായിക്കുന്നതുകൊണ്ട് നാം ലജ്ജിച്ചു പോകത്തില്ല. നാം ദൈവത്തിന്റെ ജനമാകിയാൽ നാം ലജ്ജിച്ചു പോകത്തില്ല. കർത്താവിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നതിനാൽ നാം ലജ്ജിച്ച് പോകത്തില്ല. ഹല്ലേലൂയ. ഇനിയും അടുത്ത് കാണുന്നത് those who look to the Lord, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല.
ദൈവത്തിലേക്ക് നോക്കിയവർ റേഡിയന്റ് ആയി എന്ന്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവരുടെ മുഖം ലജ്ജിച്ചു പോയിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ദൈവത്തെ നോക്കാം, നമ്മൾ ലജ്ജിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഹേമേ, തകർന്നു എന്ന്, അവസാനിച്ചു എന്ന് കരുതുന്ന വിഷയങ്ങളുണ്ടോ? ദൈവം നമ്മോട് ഇന്ന് സംസാരിക്കുകയാണ്. ലുക്ക് അൺടു ഹിം. Our help comes from the Lord, the maker of heavens and the earth. ആകാശങ്ങളെ, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിൽ നിന്ന് സഹായം വരുന്നത് കൊണ്ട് ലുക്ക് അൺടു ഹിം. ഹല്ലേലൂയ. നാം ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ലജ്ജിച്ചു പോകാതെ വണ്ണം നമ്മൾ അഭിമാനം അല്ലെങ്കിൽ നമ്മുടെ ലജ്ജ മാറ്റി അഭിമാനമുള്ളവരായി തീരാൻ കാരണം എന്താണെന്ന് അറിയാവോ? ക്രൈസ്റ്റ് ബോർ ഓൾ അവർ ഷെയിം. ഹല്ലേലൂയ. നമുക്ക് നമ്മെ മഹത്വം അണിയിക്കുവാൻ യേശു നമുക്ക് വേണ്ടി അപമാനിതനായി ലജ്ജ സഹിച്ചു. ഹല്ലേലൂയ. ക്രൂശിൽ കർത്താവ് കിടക്കുന്നത് നമുക്കൊന്ന് കാണുവാനായിട്ട് കഴിയുമോ? ആ അർദ്ധനഗ്നനായി, ശരീരത്തിന്റെ നഗ്നത മാത്രമല്ല, ഹല്ലേലൂയ, നോക്കുമ്പോൾ അത്ഭുതങ്ങൾ ചെയ്തവൻ, വീര്യം പ്രവർത്തിച്ചവൻ, അധികാരമുള്ളവൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്വർഗരാജ്യത്തിന്റെ മഹത്വത്തെയും അധികാരത്തെയും ഒക്കെ കുറിച്ച് പ്രസംഗിച്ചവൻ, ചില വേളകളിൽ ഭൗമിക ശുശ്രൂഷയിൽ അത് വെളിപ്പെടുത്തിയവൻ. ഇപ്പോൾ എല്ലാവരും നോക്കുമ്പോൾ ഹല്ലേലൂയ, കൈകൾ ആണികളാൽ തറയ്ക്കപ്പെട്ട്, കാൽ ആണികളാൽ തറയ്ക്കപ്പെട്ട്, തലയിൽ മുൾക്കിരീടം ധരിച്ച്, ആളാണോ എന്ന് തോന്നുമാറ് ശരീരം മുഴുവനും വികൃതമാക്കപ്പെട്ട്, മുറിവേറ്റ് അപമാനിതനായി ക്രൂശിൽ കിടക്കുകയാണ്. വഴി പോകുന്നവർ പറയുകയാണ്, 3 ദിവസം കൊണ്ട് ദൈവാലയം പൊളിച്ചു പണിയുമെന്ന് പറഞ്ഞവൻ ഇവനല്ലയോ? ഹല്ലേലൂയ. ഇപ്പോൾ ഇവന് തന്നെത്താൻ രക്ഷിക്കാൻ കഴിയുന്നില്ല. അടുത്ത് പറയുകയാണ്, നീ ദൈവോത്രനെങ്കിൽ നിന്നെ തന്നെ രക്ഷിച്ച് ഇറങ്ങി വരിക, എന്നാൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം, ഞങ്ങളെ രക്ഷിക്കാൻ നിനക്ക് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കാം. എന്തൊരു അപമാനമാണ്. ഹല്ലേലൂയ. ഇതെല്ലാം സഹിച്ചുകൊണ്ട് കർത്താവിന്റെ മുഖത്ത് ഇടിച്ചു, മുഖം കെട്ടി മുഖത്തിടിച്ചിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനല്ലേ, നീ പ്രവാചകനല്ലേ, നീ മനുഷ്യന്റെ ഹൃദയങ്ങളെ അറിയുന്നവനല്ലേ? വെളിപ്പെടുത്ത്, ആരാ നിന്നെ ഇപ്പൊ ഇടിച്ചതെന്ന് വെളിപ്പെടുത്ത്. ഹല്ലേലൂയ. മുഖത്ത് തുപ്പി എന്ന് നമ്മൾ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എന്തെല്ലാം അപമാനം കർത്താവ് സഹിച്ചു. എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ. നാം മാന്യരാകുവാൻ, നാം ബഹുമാനിതരാകുവാൻ, നമ്മുടെ ലജ്ജ മാറ്റുവാൻ, നമ്മുടെ അപമാനം മാറ്റുവാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പാടുമ്പോൾ ആ പാട്ടിന്റെ വരികളിൽ മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിൽ ആഴമായി അത് പതിഞ്ഞിരിക്കട്ടെ. നമ്മൾ എന്തെങ്കിലുമൊക്കെ പദവിയും അഭിമാനമൊക്കെ ഉള്ളവരാണെങ്കിൽ അതിന്റെ ഒറ്റ കാരണങ്ങൾ യേശു നമുക്ക് വേണ്ടി അപമാനം സഹിച്ചതുകൊണ്ടാണ്, ലജ്ജ സഹിച്ചതുകൊണ്ടാണ്. ഹല്ലേലൂയ. എല്ലാത്തിന്റെയും നാം അനുഭവിക്കുന്ന സകല ആത്മീയ മാത്രമല്ല, ഭൗമിക, സാമ്പത്തിക, വിദ്യാഭ്യാസ, സാങ്കേതിക അനുഗ്രഹങ്ങളുടെ എല്ലാം നമ്മെ സംബന്ധിച്ച് അത് അന്വേഷിച്ചെന്നാൽ ആ ചരിത്രം ചെന്ന് നിൽക്കുന്നത് കാൽവരി ക്രൂശിലാണ്. യേശു നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ടാണ് മിഷണറിമാർ വന്നത്. അവർ ആ ത്യാഗം, സ്തോത്രം, നമ്മുടെ നാട്ടിലെ സംസ്കാരമില്ലാത്ത, ജാതി വിഭാഗീയതയുണ്ടായിരുന്ന, ഭീഷണിയുള്ള, ജീവന ഭീഷണിയുള്ള, അങ്ങനെ വ്യത്യസ്ത കാലാവസ്ഥയുള്ള, സഹിക്കാൻ കഴിയാത്ത പല അസ്വസ്ഥമായ, അസഹനീയമായ വിഷയങ്ങളുള്ള, സ്തോത്രം എന്ന് വേണ്ട, നിയമം എതിരായി നിൽക്കുന്ന പലയിടങ്ങളിലും അവർ ത്യാഗം സഹിച്ച് മരിക്കാൻ തയ്യാറായി കടന്നു വന്നതിന്റെ പരിണിത ഫലമാണ്. അവർ അക്ഷരം പഠിപ്പിച്ചതുകൊണ്ട്, പാശ്ചാത്യ വിദ്യാഭ്യാസം പഠിപ്പിച്ചതുകൊണ്ട്, സ്തോത്രം, സ്കൂളിൽ പോകാൻ അനുവാദമില്ലാത്തവരെ ഉൾപ്പെടെ അവര് അക്ഷരം പഠിപ്പിച്ചതുകൊണ്ട്, ഹല്ലേലൂയ, അവർ വസ്ത്രം ധരിക്കാൻ പഠിപ്പിച്ചതുകൊണ്ട്, സാമൂഹ്യ പരിഷ്കർത്താക്കളെ ഒന്നും ഞാൻ മറന്നുകൊണ്ടല്ല പറയുന്നത്. പക്ഷേ ആ മിഷണറിമാരുടെ ത്യാഗമാണ്. അവരെന്താ അങ്ങനെ ത്യാഗം സഹിക്കാൻ കാരണം? അവരെ പ്രേരിപ്പിച്ച ഒരൊറ്റ ശക്തി, ഒരൊറ്റ ചാലഞ്ച്, ദാറ്റ് ഈസ് ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ക്രൂശ്. അതാണ് അവരെ അതിനായി പ്രേരിപ്പിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ പദവികളും സൗഭാഗ്യവും, നമ്മളിന്ന് കാണുന്ന സൗകര്യങ്ങളെല്ലാം ഉണ്ടാകുന്നതിന്റെ പുറകിലേക്ക് പോയാൽ പശ്ചാത്തലം അതാണ്, ആ ക്രൂശാണ്. ഹല്ലേലൂയ. ആത്മീയ അനുഗ്രഹം മാത്രമല്ല, ഭൗമിക, സാമ്പത്തിക, വിദ്യാഭ്യാസ, സാങ്കേതിക അനുഗ്രഹങ്ങൾ, നാം അനുഭവിക്കുന്ന സൗകര്യങ്ങൾ മുഴുവനും ചെന്ന് നിൽക്കുന്നത് ആ ക്രൂശിൽ യേശു നമുക്ക് വേണ്ടി അപമാനം സഹിച്ചതുകൊണ്ടാണ്, നിന്ന് സഹിച്ചതുകൊണ്ടാണ്. ഹല്ലേലൂയ. നമുക്കതിന് നന്ദി പറയാം, കർത്താവിൽ ആശ്രയിക്കാം. നാം ലജ്ജിച്ചു പോകാൻ ദൈവം ഒരു നാളും സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് ഒരു മാതൃക കൂടെ നമുക്ക് വെച്ചിട്ടുണ്ട്. ആരെങ്കിലും നമ്മെ അപമാനിച്ചാൽ തിരിച്ച് പ്രതികരിക്കാൻ പോകണ്ട, അതുപോലെ തിരിച്ചടിക്കാൻ പോകണ്ട.
ഇങ്ങോട്ട് മുഖത്ത് കരിവാരി തേച്ചു, ഞാൻ അതുകൊണ്ട് കരി ഓയിൽ കോരി ഒഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകണ്ട. പ്രൈസ് ലോർഡ്. ആമേൻ. എല്ലാ കർത്താവിൽ ഭരമേൽപ്പിച്ചാൽ മതി. നമ്മെ മാനിക്കുന്നത് ദൈവമാണ്. എവിടെയാണോ അപമാനിക്കപ്പെടുന്നത് അവിടെ ഉയർത്താൻ കഴിയുന്ന ഒരു ദൈവം. എവിടെയാണോ നീ തലകുനിക്കേണ്ടി വന്നത്, നീ അത് സന്തോഷത്തോടെ സഹിച്ചെങ്കിൽ, ക്രിസ്തുവിന്റെ നാമനിമിത്തം അതിന് ദൈവത്തിന് സ്തോത്രം കരേറ്റിക്കൊണ്ടത് അനുഭവിച്ചെങ്കിൽ, ഉറപ്പാണ് ദൈവം നിന്നെ ഉയർത്തും, മാനിക്കും. ഹല്ലേലൂയ. നാം ലജ്ജിച്ചു പോകാൻ ദൈവം ഒരു നാളും സമ്മതിക്കുകയില്ല. ഇനി നിത്യസന്തോഷം നമ്മുടെ മുന്നിലുണ്ട്. നിത്യമായി പ്രകാശിക്കുന്ന ഒരു അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ഇന്ന് ഈ ചിന്തകൾ പങ്കിട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു.